ഡോക്ടർ, എല്ലാവരും പറയുന്നു ഭക്തിമൂത്തന്റെ കിളി പോയതാണ്. ഇത് നല്ലതല്ലേ? അല്ലേ? അതെ. പക്ഷെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. എന്താ എല്ലാവരും പറയുന്നത്? കേൾക്കട്ടെ. കഴിഞ്ഞ വ്യാഴാഴ്ച അച്ഛൻ എന്നോട് പറഞ്ഞു, മക്കളെ, അയ്യോ ഇപ്പം എനിക്ക് അദ്ദേഹത്തെ അച്ഛൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അതെന്താ? അദ്ദേഹം ഞങ്ങളുടെ ക്ഷേത്രത്തിലെ യോഗീശ്വരനാണ്. യോഗീശ്വര ക്ഷമിക്കണേ. എന്നിട്ട് അപ്പോൾ ഈ യോഗീശ്വരൻ എന്നോട് പറഞ്ഞു വ്യാഴാഴ്ച ഇദ്ദേഹം സമാധിയാകാൻ പോണെയാണ്. ഓ റിയലി? അങ്ങനെ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ജ്യേഷ്ഠനും കൂടെ 4 ആൾ അറിയുന്നതിന് മുമ്പേ അങ്ങേരെ അങ്ങ് സമാധിയാക്കി. എനിക്ക് അങ്ങ് വ്യക്തമായില്ല, ഒന്ന് വ്യക്തമാക്കും. ഡോക്ടർ, സമാധിയില്ലേ ആരെങ്കിലും അറിഞ്ഞാൽ അച്ഛൻ്റെ ഏകാഗ്രതയെ ബാധിക്കില്ലേ? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു വ്യാഴാഴ്ച 11 മണി കഴിഞ്ഞ് അദ്ദേഹത്തിന് സമാധിയാകണം. അങ്ങനെ 11 മണി കഴിഞ്ഞ് പ്രഷറിൻ്റെ മരുന്നും കഴിച്ച് ഇൻസുലിനും കുത്തി കഞ്ഞിയും കുടിച്ച് സമാധാനമായി സമാധിയായി. പ്രഷറിന്റെ മരുന്ന് കറക്റ്റ് കഴിച്ചല്ലേ? കഴിച്ചു സർ. ഇൻസുലിനും കുത്തി കഞ്ഞിയും കുടിച്ച് പോയി സമാധിയായി. അപ്പൊ മരണം സ്ഥിരീകരിക്കാൻ ആരെങ്കിലും? മരണമല്ലല്ലോ, സമാധിയല്ലേ. അപ്പൊ നിങ്ങളാരും എഴുന്നേൽപ്പിക്കാനൊന്നും ശ്രമിച്ചില്ല? അപ്പോഴേക്കും അച്ഛൻ സമാധിയായില്ലേ. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രഷറിന്റെ ഗുളികയും കഴിച്ച് ഇൻസുലിനും കുത്തി കഞ്ഞി കുടിച്ച് സമാധിയാവാൻ പോയ അച്ഛനെ എഴുന്നേൽപ്പിക്കാതെ 4 ആൾ അറിയുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും കൊണ്ടുപോയി മൂടി. അങ്ങനെ അച്ഛൻ യോഗീശ്വരനായി. ഹലോ ഡോക്ടർ, ഇതിനാണ് ഡോക്ടർ നാട്ടുകാരെ എന്നെ പറ്റി അതും പറയണം. അവർക്ക് എന്തറിയാം, ശരീരത്തിലെ 6 ആധാര ചക്രങ്ങളെ ഉണർത്തി കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് വല്ലതും ഇവർക്കറിയോ? മനു, നമ്മളെ ഫ്രണ്ട് ഗേറ്റ് ലോക്ക് ചെയ്ത് മെയിൻ ഡോർ അടച്ചേക്ക്, എന്നിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് എന്തിനാ സാർ? അല്ല, നമുക്ക് നാട്ടുകാർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? മനു, കൊടുത്ത പോലീസ്. ഡോക്ടർ ഇമ്മാതിരി വള്ളിക്കെട്ട് കേസും പിടിച്ച് അകത്തായ ഏതെങ്കിലും വള്ളി പിടിച്ച് രക്ഷപ്പെടാൻ നോക്കും. അത് ശരി. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഡോക്ടർ അറിയുന്നില്ല. ഡോക്ടറെ, റോസിക്കുട്ടിയുടെയും പോച്ചയുടെയും വിഷയത്തിൽ കേരളം ഇപ്പൊ 2 ചേരിയില്ല. വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി റോസിക്കുട്ടിയും ആഭാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോച്ചയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? ഡോക്ടർ പറ. ഇനി നമ്മളൊരു വള്ളി പിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രയോജനമുള്ള വള്ളിയായിരിക്കണം. ഡോക്ടറെ, ഈ റോസിക്കുട്ടിയുടെയും പോച്ചയുടെയും വിഷയത്തിൽ ഡോക്ടറിന്റെ നിലപാട് എന്താണ്? വസ്ത്രധാരണം മാന്യമുള്ളതായിരിക്കണം. റോസിക്കുട്ടി സോഷ്യൽ ഓഡിറ്റിന് വിധേയപ്പെടണം. ഇനി ഞങ്ങൾ പറയും, റോസിക്കുട്ടി ധരിക്കും. പോച്ച എന്തോരം നന്മ പ്രവർത്തികളാ ചെയ്യുന്നതെന്നറിയോ? റോസിക്കുട്ടി ഒരു നേരത്തെ ചോറ് കൊടുക്കും, പക്ഷെ പോച്ച കൊടുക്കും. അതാണ് പോച്ച. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ. പോച്ചക്കരിയോ കൊടുക്ക്. ഡോക്ടറെ, ഈ ദ്വയാർത്ഥ പ്രയോഗം അത് തെറ്റല്ലേ? അർത്ഥങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ, പോച്ച അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് പോച്ച്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പോച്ചെ, അതാണ് പോച്ച്. ഭയമേ മാറിപ്പോ നീ അണ്ണൻ നല്ല കുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ സിറ്റി പാടും രാജാവുക്ക് എല്ലാരും ചൊല്ല്, അവനെ തൊടുവാനായെന്നും ജനത്തിരക്ക്. ഡിയർ സബ്സ്ക്രൈബേഴ്സ്, ഞങ്ങൾ പോച്ച സാറെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ മാലപ്പടക്കങ്ങൾ, ഓലപ്പടക്കങ്ങൾ, പൂച്ചെണ്ടുകൾ, റീറ്റുകൾ ഇതൊക്കെ കുറവാണ്. പറ്റുന്നവർ ഇതോടെ എത്തിച്ച് സഹായിക്കേണ്ടതാണ്. സാറ് തേങ്ങാ പിണ്ണാക്ക് അങ്ങോട്ട് മാറിക്കോ. പോച്ചക്കരിയോ കൊടുക്ക് യോ യോ യോ.